ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മുല്ലമൊട്ട് പായസമാണ്. മുല്ലമൊട്ട് പായസം എന്ന് പറയുമ്പോൾ നമ്മൾ മുല്ലവള്ളിയിൽ നിന്ന് പറിച്ചെടുത്ത മുല്ലമൊട്ട് കൊണ്ടല്ല പായസം ഉണ്ടാക്കുന്നത്. മുല്ലമൊട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ പേര് അങ്ങനെയാണെന്ന് മാത്രമേ ഉള്ളൂ. മുല്ലമൊട്ടിൻ്റെ ഷേപ്പിലുള്ള ഒരു സംഭവമായത് കാരണം നമ്മൾ സാധാരണ വീട്ടിലുള്ള പത്തിരിപ്പൊടി ഉണ്ടല്ലോ, നൂൽപുട്ട് അതുപോലെ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പൊടി, വറുത്ത അരിപ്പൊടി, ഇത് വെച്ചിട്ടാണ് നമ്മൾ മുല്ലമൊട്ട് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1.25 കപ്പ് വെള്ളം അടുപ്പത്ത് വെക്കുന്നുണ്ട്. 1 കപ്പ് അരിപ്പൊടിക്ക് 1.25 കപ്പ് വെള്ളമാണ് അടുപ്പത്ത് വെക്കുന്നത്. പത്തിരിക്കൊക്കെ ചെയ്യണ പോലെ അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നൈസ് പത്തിരി ഉണ്ടാക്കുന്നവർക്ക് അറിയാം. അതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ അരി കഴുകി ഉണക്കി മില്ലിൽ പൊടിച്ചിട്ടുള്ള പൊടിയാണ്. വെള്ളം നന്നായി തിളയ്ക്കുമ്പോൾ നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുക്കുക. പത്തിരിക്കൊക്കെ പൊടി വാട്ടുന്ന പോലെ തന്നെ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കുക. ചില പൊടിക്ക് 1 കപ്പ് വെള്ളം തന്നെ മതിയാവും, ചില പൊടിക്ക് 1.5 കപ്പ് വേണ്ടി വരും. ഇതിപ്പോൾ ഞാൻ 1.25 കപ്പാണ് എടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതവിടെ മാറ്റി വയ്ക്കുക. ഇതിലേക്ക് നമ്മൾ ശർക്കര എടുക്കുന്നുണ്ട്. ശർക്കര നമ്മൾ ഉരുക്കാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോഴേക്ക് അരിപ്പൊടി ഒന്ന് ചൂടാറിക്കോളും. ഇത് അടുപ്പത്ത് വെക്കുമ്പോഴേക്കും ഞാൻ 5 എണ്ണം എടുത്തിട്ടുണ്ട്. മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാൻ അരി വാട്ടിയെടുത്തിട്ടുള്ളത് ഞാനൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി. ഇനി ഇത് കുഴച്ചെടുക്കണം. ഒരുപാട് ചൂടാറുന്നതിന് മുമ്പ് തന്നെ കുഴച്ചെടുക്കണം, ഇല്ലെങ്കിൽ അത് കൂട്ടി ഒട്ടി കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അത് ഞാൻ കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ചെറിയ ചെറിയ പോർഷൻസാക്കി മാറ്റണം. ഞാനിതിങ്ങനെ ചെറിയ ചെറിയ നൂല് പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചിട്ടാണ് മുല്ലമൊട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. കണ്ടോ, ഈ ഷേപ്പിലാണ് ഉണ്ടാക്കേണ്ടത്. നമ്മുടെ തിരി പോലെ ആക്കിയെടുക്കുക. വിളക്കിലെ തിരിയൊക്കെ അല്ലേ, അതുപോലെ ആക്കിയെടുക്കുക. ഇനി ചെറിയ ചെറിയ മുല്ലമൊട്ടിൻ്റെ ഷേപ്പിലാക്കിയെടുക്കുക. പരമാവധി ചെറുതാക്കാൻ നോക്കുക. ഞാനിപ്പോൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലുതായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യുക. 2 കൈയും കൂടിയും കൂട്ടിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. കുറച്ചും കൂടി സ്പീഡായിട്ട് ഇതാണ് കുറച്ചും കൂടി സ്പീഡിലുള്ളൊരു മെത്തേഡ്. ഇങ്ങനെയും ചെയ്യാം. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഹെൽപ്പിന് വിളിക്കുക. ഇപ്പം നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞു. കുറച്ചധികം സമയം തന്നെ എടുക്കും ഇത് ചെയ്തെടുക്കാൻ. ഞാൻ മൊത്തം ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ TV കാണുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഇരുന്നങ്ങനെ ചെയ്താൽ മതി. ഒരുപാടധികം സമയം തന്നെ എടുക്കും ചെയ്യാൻ. ഏകദേശം ഒരേ വലുപ്പത്തിൽ തന്നെ ആക്കിയെടുക്കാൻ നോക്കുക. ഞാനിപ്പോൾ മൊത്തം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ 1 തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ 2ാം പാല് 4 കപ്പ് ഉണ്ട്. ഒരു വലിയ തേങ്ങ എടുക്കുക. അതിൻ്റെ 2ാം പാല് 4 കപ്പ് എടുത്തിട്ടുണ്ട്. 1ാം പാല് 1 കപ്പാണ്. അത് ഞാൻ വേറെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. വലിയ പാത്രത്തിലായതുകൊണ്ട് കുറച്ച് പാലുള്ളത് പോലെ തോന്നും. ശർക്കര ഞാൻ അപ്പുറത്ത് ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. ഈ പാല് തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഇതിട്ട് കൊടുക്കുക. ഈ മുല്ലമൊട്ട് ഇട്ട് കൊടുക്കുക. ഒരുമിച്ച് അങ്ങ് ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ചിലപ്പോൾ തമ്മിൽ കൂട്ടി ഒട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പതുക്കെ പതുക്കെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുക. തിളച്ചതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അളവുകൾ: 1 കപ്പ് അരിപ്പൊടി, 1 തേങ്ങ, അതുപോലെ 2ാം പാല് 4 കപ്പാണ്. 4 കപ്പ് തന്നെ എടുക്കുക. കാരണം അരിപ്പൊടിയിലാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തിളയ്ക്കും തോറും ഇത് കുറുകി വരും. അപ്പോൾ ഒന്നങ്ങ് തിളച്ചതിന് ശേഷം നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കുകയാണ്. ഒരു ഹാഫ് കുക്ക്ഡ് ആയതിന് ശേഷം, ഈ മുല്ലമൊട്ടൊന്ന് ഹാഫ് കുക്ക്ഡ് ആയതിന് ശേഷം നമ്മൾ ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുകയാണ്. ശർക്കര ഒരുപാട് വൈകി ഒഴിച്ചു കൊടുക്കരുത്. ഒരു ഹാഫ് കുക്ക് ആകുമ്പോൾ തന്നെ ഒഴിച്ചു കൊടുക്കുക. കാരണം ശർക്കര ഇതിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കണം. ഇല്ലെങ്കിൽ നമുക്കൊരു ചോറിൻ്റെ ടേസ്റ്റ് അല്ലെങ്കിൽ ഒരു പത്തിരിൻ്റെ ടേസ്റ്റൊക്കെയാണ് വരിക. അപ്പോൾ അത് വേണ്ട. ശർക്കര ഈ മുല്ലമൊട്ടിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തന്നെ ശർക്കര ഉരുക്കി ഒഴിച്ചു കൊടുക്കണം. ഇനി കുറച്ചധികം സമയം തന്നെ ഇങ്ങനെ ഒരു 10 മിനിറ്റൊക്കെ ഇങ്ങനെ കിടന്ന് തിളയ്ക്കണം.
ഈ മുല്ലമുട്ട ഒന്ന് നന്നായിട്ട് വേവും വേണം, ആ സെയിം ടൈം തന്നെ ശർക്കര അതിലേക്ക് പിടിക്കുകയും വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ തന്നെ ശർക്കര ഒഴിച്ചു കൊടുക്കുന്നത്. മാത്രമല്ല ശർക്കരയിലാവുമ്പോൾ ഇത് വേവാൻ ഇത്തിരി ടൈം എടുക്കും. അപ്പം നമ്മളൊരു 10 മിനിറ്റൊക്കെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ആ സമയം ഇതൊന്ന് കുറുകി വരികയും ചെയ്യും, ശർക്കര ഇതിലേക്ക് പിടിക്കും. ഇപ്പോൾ കണ്ടോ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1 പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. 1 കപ്പ് 1 പാൽ ഒഴിച്ചിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള പാലാണ്, 1 കപ്പ് തന്നെ വേണം അത്. 1 കപ്പ് 1 പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാട് സമയം തിളപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ശർക്കരയൊക്കെ മുല്ലമുട്ടിലേക്ക് നന്നായി പിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ പാലൊന്ന് ഒഴിച്ചു കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. ഒരുപാട് സമയം പിന്നെ തിളപ്പിക്കരുത്. ഇപ്പോൾ കണ്ടോ നമ്മുടെ പായസം ഏകദേശം റെഡിയായി. നന്നായിട്ട് തന്നെ മുല്ലമുട്ടൊക്കെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറുത്തെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെയാണ്, ഇതിപ്പോൾ ഒരു ട്രഡീഷണൽ ഐറ്റം ആകുമ്പോൾ നമ്മൾ ചുവന്നുള്ളി അരിഞ്ഞിട്ടാണ് വറവിട്ടെടുക്കുന്നത്. ചുവന്നുള്ളി ഒരു 2 എണ്ണോ 3 എണ്ണോ 4 എണ്ണോ ഒക്കെ എടുക്കുക, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. അത് ഇഷ്ടമില്ലാത്തവർക്ക് തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ ഇടാം, അതല്ല അണ്ടിപ്പരിപ്പ് മുന്തിരിയും തന്നെയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതൊരു ട്രഡീഷണൽ പായസമാണ്, പണ്ട് കാലങ്ങളിലൊക്കെ ഉണ്ടാക്കിയിരുന്നതാണ്. ഇപ്പോൾ ഈ റെഡിമെയ്ഡ് അടയൊക്കെ വാങ്ങാൻ കിട്ടുന്നതിൻ്റെയൊക്കെ മുമ്പ് പഴയ ആൾക്കാർ ചെയ്തിരുന്നൊരു പായസമാണിത്. എപ്പോൾ വേണമെങ്കിലും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അരിപ്പൊടി, ശർക്കര, തേങ്ങ അത്രയൊക്കെ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാവുമല്ലോ. അങ്ങനെ ഉണ്ടാക്കിയിരുന്ന പായസമാണ്. അതുകൊണ്ടാണ് ഈ ഉള്ളി അരിഞ്ഞ് വറവിടുന്നത്. അപ്പോൾ അതിഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനെന്തായാലും ആ പഴയ രീതിയിൽ തന്നെ ചെയ്യുകയാണ്. അപ്പോൾ ഉള്ളി അരിഞ്ഞ് നെയ്യിൽ ഉള്ളി അരിഞ്ഞ് വറവിട്ടിട്ട് നമ്മൾ പായസം ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന ഒരു പായസം റെഡിയായി കഴിഞ്ഞു. നമ്മൾ നോർമൽ കേസിൽ ഇപ്പോൾ ഇതിൽ ആകെ ഒരു ബുദ്ധിമുട്ടുള്ളത് ഈ മുല്ലമുട്ടുകൾ റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ്. നമുക്ക് വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി ഹെൽപ്പിന് വിളിക്കുക. രസമായിട്ട് ഇങ്ങോട്ട് കമ്പനിയായിട്ട് എല്ലാവരും കൂടി ഇരുന്നാൽ പെട്ടെന്ന് തന്നെ തീരും. ഇപ്പോൾ കണ്ടോ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയാണുള്ളത്. കിഡിലൻ പായസം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആർക്കും ഒന്ന് ഉണ്ടാക്കി നോക്കാനും ടേസ്റ്റ് ചെയ്ത് നോക്കാനും തോന്നും. പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അരിപ്പൊടി മിക്ക വീടുകളിലും ഉണ്ടാവും, ശർക്കര പിന്നെ തേങ്ങ ഇത്രയേ ആവശ്യമുള്ളൂ. നമ്മൾ പായസം പെട്ടെന്ന് കുട്ടികളൊക്കെ ഇപ്പോൾ പായസം വേണമെന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് സേമിയ വേണം അല്ലെങ്കിൽ അട വാങ്ങിക്കണം, അങ്ങനെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ടൈം കുറച്ച് കൂടുതൽ എടുക്കും കേട്ടോ, കാരണം ഈ മുല്ലമുട്ടുകൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ചധികം സമയം തന്നെ എടുക്കും. അതിന് നമുക്ക് കുട്ടികളുടെ സഹായം തന്നെ ചോദിക്കാം. അപ്പോൾ എല്ലാവരും കൂടി കമ്പനി ആയിട്ട് ഇരുന്നിട്ട് മുല്ലമുട്ടൊക്കെ റെഡിയാക്കി എടുത്തിട്ട് കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും പായസമൊക്കെ റെഡിയാക്കി കഴിക്കുക. ഇനിയും നല്ല റെസിപ്പിയായിട്ട് ഞാൻ വരും. താങ്ക്